ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DCL കമാൻഡ്സിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ TCL കമാൻഡ്സിനെ കുറിച്ച് പറഞ്ഞു. TCL എന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. സോ TCL കമാൻഡ്സ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസിൽ വരുന്ന ട്രാൻസാക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ DCL കമാൻഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ DCL എന്ന് വെച്ചാൽ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് മെയിൻ ആയിട്ട് ഡാറ്റാബേസിൽ ഇരിക്കുന്ന ഡാറ്റയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നു, എന്തിനാണ് ഡാറ്റാബേസിൽ ഇരിക്കുന്ന ഡാറ്റയെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഒരു ഡാറ്റാബേസിൽ ഒരു ഡാറ്റ ഇരിക്കുന്ന സമയത്ത് ആ ഡാറ്റയുടെ മേളിൽ ഡിഫറെന്റ് യൂസേഴ്സ് അത് ആക്സസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ആ യൂസേഴ്സിനും ഡിഫറെന്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ എല്ലാ യൂസേഴ്സിനും തോന്നിയ പോലെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ഇൻകൺസിസ്റ്റൻസ് ആകാനുള്ള ചാൻസസും കൂടുതലാണ്. അതുവഴി നമുക്ക് പറയാൻ പറ്റും അവിടെ ആ ഡാറ്റാബേസ് സെക്യൂർഡ് അല്ല എന്ന് പറയും. സെക്യൂരിറ്റിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം വന്നു. അപ്പൊ ആ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ DCL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് പ്രിവിലേജസ് ഇൻ എ ഡാറ്റാബേസ്. പ്രിവിലേജസ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു യൂസർ വന്നിട്ട് ആ യൂസറിന് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഉള്ള ആ ഒരു ആക്സസിങ് പവറിനെയാണ് നമ്മൾ പ്രിവിലേജസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ റൈറ്റ് ടു ആക്സസ് എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിവിലേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് രണ്ട് കമാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഗ്രാൻഡ്, സെക്കൻഡ് വൺ റിവോക്ക്. ഗ്രാൻഡ് എന്നുള്ള കമാൻഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗ്രാൻഡ് ആ പേര് പറയുന്നത് പോലെ തന്നെ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്ത് പെർമിഷൻ ആയിരിക്കാം? ഒരു ഡാറ്റാബേസ് ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ആകാം, അല്ലെങ്കിൽ ഒരു പുതുതായിട്ടൊരു യൂസറിനെ തന്നെ അലോ ചെയ്യാനുള്ള പെർമിഷൻ ആയിരിക്കാം. അത്തരം പെർമിഷൻസ് ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാൻഡ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സിന്റാക്സ് എങ്ങനെയാന്ന് നോക്കാം. ഗ്രാൻഡ് പ്രിവിലേജ് നെയിം ഓൺ ഓബ്ജക്ട് നെയിം ടു യൂസർ. ഇവിടെ ഗ്രാൻഡ് എന്നുള്ള കീവേഡ് ഫസ്റ്റ് യൂസ് ചെയ്യും, അതിനുശേഷം പ്രിവിലേജ് നെയിം. പ്രിവിലേജ് നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ഓപ്പറേഷൻസ് ആകാം, അതായത് ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ എന്നുള്ളത് ആ ഒരു യൂസർ വന്നിട്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യമായിരിക്കും. ഓക്കെ, അതിനുശേഷം ഓൺ ഓബ്ജക്ട് നെയിം എവിടെയാണ് ചെയ്യുന്നത്? അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഒന്നുകിൽ ഡാറ്റാബേസ് ഓബ്ജക്റ്റിലായിരിക്കാം എന്ന്. അപ്പൊ ഡാറ്റാബേസ് ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ടേബിൾസ് ഉണ്ട്, വ്യൂസ് ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ ഓബ്ജക്ട് നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? ആ ഒരു പെർമിഷൻ ആർക്കാണ് കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു യൂസറിന് ഉണ്ടായിരിക്കും. അപ്പൊ ആ യൂസറിന്റെ പേര് വേണം. ആ പേരാണ് ഇവിടെ നമ്മളിവിടെ യൂസർ എന്നുള്ള സ്പേസിൽ കൊടുക്കുന്നത്. അപ്പൊ ഇതിന് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാൻഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു, അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ള പ്രിവിലേജ് നെയിം ആണ്, ഇൻസേർഷനുള്ള ആ ഒരു പ്രിവിലേജ് ആണ് അവിടുത്തെ യൂസറിന് കൊടുക്കുന്നത്. ഓക്കെ, ഓൺ സ്റ്റുഡന്റ്, സ്റ്റുഡന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേബിൾ നെയിം. അതിനുശേഷം AA എന്ന് പറയുന്നത് അവിടുത്തെ യൂസർ ആണ്, യൂസറിന്റെ പേരാണ് AA എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഗ്രാൻഡ് എന്നുള്ള കമാൻഡ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പെർമിഷൻ കൊടുത്തു എന്ന് വെച്ചാൽ ഇപ്പൊ AA എന്നുള്ള ഒരു യൂസർ വരുന്നു, അയാൾക്ക് ആ ഒരു സ്റ്റുഡന്റ് എന്നുള്ള ടേബിളിന്റെ മേളിൽ ഇൻസേർഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള പെർമിഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു ടൈം വന്നപ്പോൾ ഈ AA എന്ന് പറയുന്ന യൂസർ ആ ഒരു ഡാറ്റാബേസ് ആ ഒരു കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ കൊടുത്ത പെർമിഷൻ അല്ലെങ്കിൽ കൊടുത്ത പ്രിവിലേജസ് എല്ലാം ആ ഒരു യൂസറിന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കണം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കമാൻഡ് യൂസ് ചെയ്യുന്നത്? റിവോക്ക് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റിവോക്ക് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും റിവോക്ക് എന്നുള്ള കമാൻഡ് പെർഫോം ചെയ്യുന്നത് ജസ്റ്റ് ഗ്രാൻഡ് എന്നുള്ള കമാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ കൊടുത്ത പെർമിഷൻ തിരിച്ചെടുക്കുകയാണ് റിവോക്ക് വഴി ചെയ്യുന്നത്. It is used to remove the privileges on user account for the access to the database object. അതായത് ഒരു ഡാറ്റാബേസ് ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ കൊടുത്തത് തിരിച്ചെടുക്കാണ് റിവോക്ക് വഴി ചെയ്യുന്നത്. അപ്പൊ റിവോക്കിലെ സിന്റാക്സിലേക്ക് പോവുകയാണെങ്കിൽ റിവോക്ക് പ്രിവിലേജ് നെയിം ഓൺ ഓബ്ജക്ട് നെയിം ഫ്രം യൂസർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക? റിവോക്ക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു. പ്രിവിലേജ് നെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഓപ്പറേഷൻ ആണോ എന്ത് കാര്യമാണോ പ്രിവിലേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതാണ് ഇവിടെ വരുന്നത്. ഓൺ ഓബ്ജക്ട് നെയിം എവിടെയാണ്? ടേബിളിനാണെങ്കിൽ ടേബിളിൽ, ഇൻഡെക്സിലാണെങ്കിൽ ഇൻഡെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓബ്ജക്ട് നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം യൂസർ എവിടെ, ആരിൽ നിന്നാണോ എടുക്കുന്നത്, ഏത് യൂസറിൽ നിന്നാണോ എന്നുള്ളത് ഇവിടെ ഈ യൂസർ എന്നുള്ള അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റിവോക്ക് ഇൻസേർട്ട് എന്നുള്ള ആ ഒരു പ്രിവിലേജ് ആണ് എടുക്കുന്നത്. ഓൺ സ്റ്റുഡന്റ് ഫ്രം AA എന്നുള്ള ആ ഒരു യൂസറിൽ നിന്ന് ഇൻസേർട്ട് എന്നുള്ള ആ ഒരു പ്രിവിലേജ് തിരിച്ചെടുക്കുകയാണ് റിവോക്ക് കമാൻഡ് വഴി ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് DCL കമാൻഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. DCL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആണ്. ഡാറ്റയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്രിവിലേജസിനെ കൺട്രോൾ ചെയ്യാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മെയിൻ ആയിട്ട് രണ്ട്
കമാൻഡ്സ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഗ്രാൻഡും റിവോക്കും. ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റിവോക്ക് കമാൻഡ് ചെയ്യുന്നത്. അതായത് കൊടുത്ത പെർമിഷൻ തിരിച്ചെടുക്കാണ് റിവോക്ക് എന്നുള്ള കമാൻഡ് വഴി ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് DCL കമാൻഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്. പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.